വിവിധ ആവശ്യങ്ങൾക്കായി ഷൊർണൂർ നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് ശങ്ക തോന്നിയാൽ ആകെ പെട്ടുപോകും. നിരവധി യാത്രക്കാരെത്തുന്ന ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചു. ശൗചാലയത്തിലെ കുഴികളിൽ നിന്നും മലിനജലം നിറഞ്ഞ റോഡിലേക്ക് ഒഴുകുന്നതാണ് കംഫർട്ട് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മലിനജലം പുറത്തേക്കൊഴുകുന്നത് കണ്ട് വഴിയാത്രക്കാരും കടയുടമകളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. താൽക്കാലികമായി നഗരസഭ അന്ന് പ്രശ്നം പരിഹരിച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും മലിനജലം പുറത്തേക്കൊഴുകാൻ തുടങ്ങി. കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ കഴിയാതായതോടെ താൽക്കാലികമായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഷൊർണൂർ മാർക്കറ്റിലേക്ക് നിരവധി ആളുകൾ എത്തുന്നത് ഈ റോഡിലൂടെയാണ്. മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാവുന്ന കേസാണ്. ഇത് ചെറിയ മാലിന്യം മാത്രമല്ല, ഇത് മറ്റേ മാലിന്യം തന്നെയാണ്. ഇവിടെ നഗരസഭയ്ക്ക് അവാർഡ് വാങ്ങി നഗരസഭ ശുദ്ധീകരണ പ്രവർത്തിയിലും മറ്റു കാര്യത്തിലും എല്ലാം കൊണ്ടും അവാർഡ് വാങ്ങിയ നഗരസഭ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതാണോ ഇവിടുത്തെ അവാർഡ് കൊടുത്തേക്കണേ എന്നുള്ളതാണ് സംശയം. ചീഞ്ഞു നാറുന്ന ഒരു പരിസരവും കംഫർട്ട് സ്റ്റേഷനും ഉള്ളിൽ കയറി കണ്ണീരൊഴുക്കിയിട്ടേ പോകുള്ളൂ. സബോളയല്ല അതിൻ്റെ ഉള്ളിൽ, കണ്ണീരൊഴുക്കേണ്ട സ്ഥിതിയാണ് അതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെയുള്ള എല്ലാ നാശപ്രവർത്തികളും, അതിൻ്റെ അപ്പുറത്തെ മാർക്കറ്റ്, പൊളിഞ്ഞു കിടക്കുന്ന മാർക്കറ്റ്, കടക്കാരെ ഒഴിവാക്കി അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ തോന്നിയാസ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, മലമൂത്ര വിസർജനം വരെ. എന്നിട്ടും അവാർഡ് കൊടുത്തത് അതിനെ. നിരവധി ബസ് ജീവനക്കാരാണ് ഷൊർണൂർ കംഫർട്ട് സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിടാൻ കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുന്നത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും കംഫർട്ട് സ്റ്റേഷനെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. വിഷയത്തിൽ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. കുറേ കാലമായി, ഇന്നും നിലയൊന്നുമല്ല, കുറേ കാലമായി ഇടയ്ക്കിടയ്ക്ക് ലീക്കാവും. റോട്ടിൽ കൂടെ സെപ്റ്റി ടാങ്ക് പൊട്ടി ഒലിച്ച് റോട്ടിൽ കൂടെ പോവും, ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങും, അത് നേരെ ചാല് വഴി ഭാരതപ്പുഴയിലേക്ക് പോകുന്നു. അത് കുറേ അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിനെ ഒരു സിമെന്റ് ഇട്ട് ഒരു ഒട്ടയടക്കൽ മാത്രമാണ് കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ 4 ദിവസം കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടു, എന്നിട്ട് പണിയെടുത്തു എന്നാണ് പറയുന്നത്. വീണ്ടും ഇന്ന് പൂട്ടിയിരിക്കണു. ഇത് വീണ്ടും അതിനെ ഒലിച്ചിറങ്ങുകയാണ്. മലമൂത്രം തന്നെയാണ്, പക്ക മലമൂത്രമാണ്. ഈ ടാങ്ക് ക്ലീനാക്കൽ ചെയ്യുന്നില്ല, വെറുതെ ഒരു ഓട്ടടക്കൽ മാത്രമാണ്. ഇതാണോ ഷൊർണൂർ നഗരസഭയുടെ ശുചിത്വം? ഇതിനാണോ കേരള ഗവൺമെന്റ് അവാർഡ് കൊടുത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷൊർണൂർ നഗരസഭയ്ക്ക് അവാർഡ് കൊടുത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പല മേഖല നോക്കുമ്പോഴും ചീഞ്ഞു നാറി കിടക്കുന്ന അവസരം കാണുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണം, ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുകയാണ്. ആളുകൾ വലിയ ബുദ്ധിമുട്ടാക്കുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഈ പ്രവൃത്തി പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരു കഴിവുകെട്ട ഭരണ സംവിധാനമാണ് ഷൊർണൂർ നഗരസഭ ഭരിക്കുന്നത്. ശുചിമുറി മാലിന്യം നീക്കം ചെയ്താലേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്നാണ് യാത്രക്കാർ പറയുന്നത്. മഴ കൂടി എത്തിയതോടെ കൊതുകുകൾ മുട്ടയിടാനും മഴക്കാല രോഗങ്ങൾ വർദ്ധിക്കാനും സാധ്യതയേറെയെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കംഫർട്ട് സ്റ്റേഷന് സമീപത്തായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. UTV ന്യൂസ്, പാലക്കാട്.